കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ സ്നേഹിക്കുന്നതും അല്ലാത്തതുമായ എൻ്റെ പ്രേക്ഷകർക്കും നിസ്സീമമായ സ്വാഗതം. ഒരാളുടെ കമൻ്റാണ്, നിത്യവുമുള്ള പ്രാർത്ഥന അല്ലേ? നിത്യവും ഉള്ള പ്രാർത്ഥന എങ്ങനെയാണത്? ആ പ്രാർത്ഥനയിൽ എന്താണ് ബലം? ആ പ്രാർത്ഥനയിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നൊക്കെയുള്ള കമൻ്റാണ് വന്നിരിക്കുന്നത്. മന്ത്രജപത്തെക്കാളും സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യമാണ് പറയാം. മന്ത്രജപത്തെക്കാളും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ആ പ്രാർത്ഥന പല രീതിയിലുണ്ട്. ഉപാസന എടുക്കുന്നവരുണ്ട്, ഉള്ളിൽ തന്നെ മനസ്സിലിരുത്തി നാക്കുപോലും അനങ്ങാതെ ഉപാസിച്ച് ബലപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അല്ലാത്തപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ പ്രാർത്ഥന. ആദ്യം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ അവനവൻ സ്നേഹിക്കുക എന്നാണ്. അതാണ് പ്രാർത്ഥന. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ, നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ. നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള വിഷയത്തിൽ, നമ്മുടെ ശരിയെന്ന് മാത്രമല്ല, നമ്മുടെ ഉൾക്കൊണ്ടും മനസ്സിൽ ശരിയാണെന്ന് തോന്നുന്ന വിഷയങ്ങളിലൂടെ, മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, നമ്മൾക്ക് ശരിയായ വിഷയത്തിൽ കൂടെ നമ്മൾക്ക് ശരിയാകണം. അത് മറ്റുള്ളവർക്ക് കണ്ടാലും ശരിയാകണം, കേട്ടാലും ശരിയാകണം, ഉൾക്കൊള്ളാനും ശരിയാകണം. അങ്ങനെയുള്ളൊരു വിഷയമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. ആ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ മുഴങ്ങി കേൾക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. ഓം നമോ നാരായണ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. ആവർത്തി 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 നിങ്ങൾ ജപിച്ചു നോക്കൂ. ഒരു പ്രാവശ്യം ജപിച്ചാൽ ഫലം ഉണ്ടായില്ല. ഒരു സംഗീതം പഠിച്ച ആൾക്കാർക്ക് ഒറ്റ പ്രാവശ്യം പഠിച്ചിട്ട് കാര്യമുണ്ട്. ജീവിതകാലം മൊത്തവും സാധകം ചെയ്തെങ്കിലേ അത് പ്രാക്ടീസ് ആവുള്ളൂ. ഒരു ജ്യോതിഷം പഠിച്ചവർ ജീവിതകാലം മൊത്തവും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരു മാത്തമാറ്റിക്സ് പഠിച്ചവർ അത് ജീവിതകാലം മൊത്തവും അതിനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടീച്ചറാണെങ്കിൽ ആ ജീവിതകാലം മൊത്തവും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. രണ്ട് വർഷം 3 വർഷം കഴിയുമ്പോൾ സിലബസുകൾ മാറി മാറി വരിക. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ വീണ്ടും 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 പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലുള്ള സാധനം ആവർത്തി 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 ചെയ്യുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ബലം വരുന്നത്. പ്രാർത്ഥന ഒരു വീട്ടിൽ മുഴങ്ങി കേൾക്കണമെന്നാണ്. ആ ഓം എന്ന സൗണ്ട് തന്നെ ഏറ്റവും അവിടെ മുഴങ്ങി കേട്ട് കഴിഞ്ഞാൽ ആ തരംഗങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഒരു ദോഷവശവും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കുടുംബത്തിലോ അടുക്കത്തില്ല. മഹാലക്ഷ്മി തന്നെ അവിടെ വാഴും. ഇപ്പോൾ മ്യൂസിക് തെറാപ്പിയൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഒന്നും വേണ്ട, നിങ്ങളുടെ പുരുഷ സൂക്തം എന്ന് പറയുന്ന പുരുഷ സൂക്തം ഇപ്പോൾ ഒരുപാട് സീഡികളിലൊക്കെ കിട്ടും. പുരുഷ സൂക്തമുണ്ട്, സ്ത്രീ സൂക്തമുണ്ട്. ഓം സംശയുദ്ധവസേ വൃഷജ്ഞേ വിശ്വനിര്യായളസ്പതേ എന്ന് പറയുന്നതായിട്ടുള്ള, അത് നല്ല രീതിയിലുള്ള വേദങ്ങളിൽ വേറൊരു കാര്യമുണ്ട്. 10 സ്വരങ്ങളാണ് വേദങ്ങളിലുള്ളത്. ആ 10 സ്വരങ്ങളിലൂടെ ചലിച്ചു കഴിയുമ്പോൾ, 10 സ്വരങ്ങളിലൂടെ ജപിച്ചു കഴിയുമ്പോൾ, 10 സ്വരങ്ങളിലൂടെ പോയി കഴിയുമ്പോഴാണ് അതിന് ഓരോ സ്വരത്തിനും അത് പിന്നീട് പറഞ്ഞുതരാം. ഓരോ സ്വരത്തിനും ഓരോ പേരുകളുണ്ട്. അവസാനം കൽപ്പം വരെയുണ്ട്, അങ്ങനെ അവസാനം വരെയുണ്ട്. അപ്പം ഈ 10 സ്വരങ്ങൾ എങ്ങനെ ജപിക്കണമെന്ന് അറിയാവുന്ന ഒരാൾ ഒരു റൂമിൽ ആ സ്വരം തന്നെ എപ്പോഴും ഇങ്ങനെ CD കേട്ടുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ശോകത്തോട് വളരെ ദുഃഖത്തോടിരിക്കുവാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നിങ്ങളിതൊന്ന് കേട്ടു നോക്കൂ. സംശയമില്ലാത്ത കാര്യമാണ്, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ വരെ മാറി നോർമലാവും. ഒരു നല്ല കീർത്തനം കേട്ടു നോക്കൂ, ഒരു ദേവകീർത്തനം കേട്ടു നോക്കൂ, നല്ലൊരു സംഗീതം കേട്ടു നോക്കൂ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നാമജപം, പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മൾ എത്രയോ ഉൾക്കൊണ്ട് നമ്മൾ ചെല്ലുന്നോ, അതിൻ്റെ ശബ്ദതരംഗങ്ങൾ ആ അന്തരീക്ഷത്തിൽ കുടികൊള്ളുകയും ആ ശബ്ദവീചികൾ മുഖരിതമാവുമ്പോൾ നമുക്കൊരു പോസിറ്റീവ്നെസ്, കാര്യം നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളതായിട്ടുള്ള ശോകങ്ങൾ
നമ്മുടെ തലച്ചോറ് ഇങ്ങനെ എപ്പോഴും വെമ്പിക്കൊണ്ട് എപ്പോഴും ജോലി ചെയ്ത് ടയേർഡായവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് പ്രാർത്ഥന, ഉപാസന, അതിൻ്റെ ആയിട്ടുള്ള ശക്തിബലം. ഞാൻ പറഞ്ഞ പോലെ വേദങ്ങളുടെ മുമ്പേ പറഞ്ഞ പോലെ 10 സ്വരങ്ങളാണെന്ന് പറഞ്ഞു. അതിൽ സാമവേദത്തിന് 14 സ്വരങ്ങൾ. അങ്ങനെ ഓരോ വേദം, നമുക്ക് 4 വേദങ്ങളാണ്. ആ 4 വേദങ്ങളും ചൊല്ലേണ്ടതായിട്ടുള്ള ക്രമങ്ങളുണ്ട്. അങ്ങനെ ചൊല്ലുമ്പോഴാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് എന്താണ്? സൂക്തങ്ങൾ. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ഐക്യമത്യ സൂക്തം, ഒരുപാട് സൂക്തങ്ങളുണ്ട്. ആ സൂക്തങ്ങൾ അതേ ക്രമപ്രകാരം അക്ഷരത്തെ എടുത്തെടുത്ത് വ്യക്തവും അതിൻ്റെ ആ വീതി വഴിയനുസരിച്ചിട്ട് ചൊല്ലി അങ്ങോട്ടെടുത്താൽ ആ കുടുംബത്തിൽ, ആ ഭവനത്തിൽ ഏറ്റവും ഉത്തമമായിരിക്കും. സ്വന്തമായിട്ട് തന്നെ സൂക്തം ജപിക്കുകയാണേ. ഐക്യമത്യമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ അവിടെ ഐക്യതയുണ്ട്. അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് ദോഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ നാമം ജപിച്ചാൽ മതി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത്രയും മാത്രം മതി. ഓം നമോ ഭഗവതേ വാസുദേവായ, ഇത് മതി. ഓം നമോ നാരായണായ. ഇതൊക്കെ നമ്മൾ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ആവർത്തി നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കോലാഹലങ്ങളും കലഹങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീടിൻ്റെ ഏതെങ്കിലും ഒരിടത്തിരുന്ന് ശുദ്ധ വൃത്തിയോടുകൂടി ഇരുന്ന്, അല്ലെ പൂജാമുറിയിൽ കയറി ഇരുന്നിട്ട് നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ. ഒരു വിത്തിൻ 7 days, 7 ദിവസം ജപിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ അന്തരീക്ഷത്തിന് വ്യത്യാസം ഉണ്ടാവും. സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ ഒരു പവർ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ അന്യോന്യം പ്രേമം, ഇഷ്ട, സ്നേഹം ആ കുടുംബത്തിനുണ്ടാവും. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ, അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒത്തൊരുമയാകും. അതല്ല, അന്തരീക്ഷത്തിന് പോലും, അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വൃക്ഷലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും പോലും നമ്മളോട് സ്നേഹം ഉണ്ടാവും, സാത്വികതയുണ്ടാവും. അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മന്ത്രത്തെക്കാൾ പവറുള്ള സാധനം. മന്ത്രത്തെക്കാൾ പവർ എന്നല്ല, ഏറ്റവും പവറുള്ള സാധനം. ഈ കലിയുഗത്തിൽ ഏറ്റവും നല്ല നാമജപമാണ്. ഒരു ദിവസം നാമം ജപിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. എല്ലാ ദിവസങ്ങളും 10 മിനിറ്റെങ്കിലും നാമം ജപിക്കുക. സന്ധ്യയ്ക്ക് തിരികൊളുത്തി ഈശ്വരനെയൊക്കെ വിളിച്ച് നന്നായിട്ടൊന്ന് നാമം ജപിച്ച് നോക്കൂ. നിങ്ങളൊന്ന് ജപിക്കൂ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജപിക്കൂ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നമ്മളെല്ലാം പരീക്ഷണമല്ലേ, എല്ലാ സൂചന, എല്ലാം പ്രഡിക്ഷനല്ലേ അല്ലേ? ജ്യോതിഷവും പ്രഡിക്ഷനാണ്. ഞാനും ഒരു സൂചന തരുന്നത്, കണ്ടകശനിയാണ്, ഇങ്ങനെ ഒന്നും പോകല്, വ്യാഴദശയാണ്, കുഴപ്പമാണ്, കവടി വെച്ച് നോക്കിയിട്ട് ഇന്നടത്ത് ഗുളിയെ നിൽക്കുന്നു, ഇന്ന ദോഷമുണ്ട്, ശത്രുതയുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്നതൊക്കെ കൊണ്ടാണ് വിവാഹം നടക്കാത്തതെന്നൊക്കെ പറയുന്ന ഒരു സൂചനയാണ്. നമ്മളെല്ലാം സൂചനക്കാരാണ് അല്ലേ? സിഗ്നൽ ബോർഡ് പോലാണ്. സിഗ്നൽ ബോർഡ് എന്തിനാ വെച്ചിരിക്കുന്നത്? സൂചനയാണ്. എറണാകുളത്തോ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ റെഡ് കത്തിക്കഴിഞ്ഞാൽ, സിഗ്നൽ റെഡ് കത്തിക്കഴിഞ്ഞാൽ പോകരുതെന്ന് പറയുന്ന സൂചന. പോയി കഴിഞ്ഞാൽ വണ്ടി ഇടിക്കും അല്ലേ? പിന്നെ പോയേക്കാന്ന്. അതുപോലെ ഷുഗർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടെന്നുള്ളൊരു സൂചനയാണ് നമ്മൾ ലാബിൽ പോയി നോക്കുന്നത് അല്ലേ? ഒരു പനി ഉണ്ടാകാം, 37 ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ 41 ഇടയ്ക്ക് വരുന്നതാണെങ്കിൽ പനിയുണ്ട്. അത് അളന്ന് നോക്കുന്ന സൂചനയാണ്. എല്ലാത്തിനും ഒരു നാടി പിടിച്ച് നോക്കുന്ന ഒരു വൈദ്യൻ ഇന്ന രോഗം ഉണ്ടാകാനുള്ള സൂചനയാണ്. പിന്നാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചികിത്സ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ജ്യോതിഷവും എല്ലാം സൂചനയാണ്. ജ്യോതിഷൻ്റെ പ്രവചനം ശരിയല്ല, അങ്ങനെ ഇങ്ങനെ. പ്രവചനം മീൻസ് എന്ന് പറഞ്ഞാൽ സൂചന മാത്രം. ഒരു ഗ്രഹങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒന്നും തരുന്നില്ല. കോടാനുകോടി മൈൽ ദൂരെ കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ് ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രനൊക്കെ. ശുക്രദേശിയാന്ന് പറഞ്ഞാൽ ശുക്രൻ നമുക്ക് എന്തെങ്കിലും കൊണ്ട് തരുന്നുണ്ടില്ല. അപ്പോൾ അതൊരു സൂചന. മഹാ ആചാര്യന്മാർ, മഹാ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ഇന്ന സ്പോട്ടിൽ ഇന്ന അക്ഷാംശ രേഖാംശം വെച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന ഗ്രഹങ്ങളിൽ നിന്ന് ഇന്നത് വരുന്നു. പക്ഷെ അവിടെ വരെ ചെല്ലണമെങ്കിൽ, ഇപ്പോൾ ഓട്ടം 100 മീറ്റർ ഓടി ജയിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രാക്ടീസ് ചെയ്യണം. രാവിലെ പ്രാക്ടീസാണ് എന്ന് പറഞ്ഞ പോലുള്ളൊരു സൂചന, പരീക്ഷണമാണ് പ്രാർത്ഥന. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഓരോ കാര്യങ്ങളും പരീക്ഷിക്കുക. ശാസ്ത്രജ്ഞർ പോലും എലിയിൽ കുത്തിവെക്കുന്നു, പശുവിൽ കുത്തിവെക്കുന്നു. ഇതൊക്കെ പരീക്ഷണമാണ്. പാറമട പണിയുന്ന ഒരു ഹെൽമെറ്റ് ധരിച്ച് പണിയുന്നു. എന്താ, പാറ വീഴുമെന്നുള്ള പേടിച്ചില്ലേ? മഴ പെയ്യുമ്പോൾ റെയിൻകോട്ട് ഇടുന്നു. എന്തിന്? മഴ ശരീരത്ത് പെയ്യുമെന്നുള്ള. നമ്മൾ കുട പിടിക്കുന്നത് എന്തിനാ? മഴ വരുമ്പോൾ സൂചനയാണ്. അന്തരീക്ഷം കാറ് മുങ്ങുമ്പോൾ നമ്മൾ പറയും സൂചനയാണ്. കറുത്തവ വരുമ്പോൾ വേലിയിറക്കം ഉണ്ടാവും, അല്ലെങ്കിൽ വലിയുള്ളവർക്ക് ഇത് കൂടുമെന്ന് പറയും. എന്താ? അത് സൂചനയാണ്, അന്തരീക്ഷത്തിൻ്റെ സൂചനയാണ്.
എന്ന് പറഞ്ഞാലാണ് ജ്യോതിഷന്മാരും പറയുന്നത് ഇതൊരു സൂചനയാണ്. അപ്പോൾ ആ സൂചനയാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്പം ഫലമൊക്കെ ഉണ്ടാവും. ഒരു 10%, 100% ഫലമൊന്നും ഒരു ജ്യോതിഷന്മാരും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ 10% പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9% മാക്സിമം ചെയ്യാൻ നോക്കുക, നല്ല ഉത്തമനായ ഒരു ജ്യോതിഷം പറയുന്നതനുസരിച്ച്. അതുകൊണ്ട് പ്രാർത്ഥന ഏറ്റവും വലിയ ബലമാണ്. ഈ കലിയുഗത്തിൽ ഏറ്റവും ബലം പ്രാർത്ഥനയ്ക്കാണ്. പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾ നാമം ജപിച്ചു നോക്കൂ. എല്ലാ ത്രിസന്ധിക്കും നാമം ജപിച്ചു നോക്കൂ. നിങ്ങളും ജപിച്ചു നോക്കൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, 7 ദിവസമോ 12 ദിവസമോ കലഹങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഉള്ളതിനും തടസ്സങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ പ്രാർത്ഥന ചെയ്തു നോക്കൂ. കുടുംബത്തിൽ നാമം ജപിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മാത്രമേ നിങ്ങൾക്കുണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ നിസ്സീമമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.